എന്താ പാപ്പ പറ്റിയത്? ഒറ്റിയതാ ആ മഹേഷ്. അപ്പൊ മാർട്ടിൻ? സേവ് ഹിം പാപ്പ, പ്ലീസ് സേവ് ഹിം പ്ലീസ്. നീ ഉണ്ടാവുന്നതിന് മുമ്പ് തുടങ്ങിയതാ ഞാൻ ഈ പണി. ഇതിനു മുമ്പും പലരും അകത്തായിട്ടുണ്ട്. ഇപ്പോഴെന്താ? അതല്ല പാപ്പ, ഞാൻ മാർട്ടിനെ. മാർട്ടിനെ? സോറി പാപ്പ, ഐ ലവ് ഹിം. ഇനി ഇങ്ങനെ ഒരു ഡീലിന് മാർട്ടിനെ ഉപയോഗിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ജോലിയും ജോലിക്കാരുമായി യാതൊരു അറ്റാച്ച്മെന്റും ഉണ്ടാകാൻ പാടില്ലെന്ന്. മറന്നോ നീ? യു ആർ ക്രൂവൽ പപ്പ. പപ്പയ്ക്ക് പപ്പയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഐ വാണ്ട് യു പപ്പ. ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് യു. ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് യു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാനും ആൻമേരിയും തമ്മിലുള്ള ബന്ധം അച്ചായൻ അറിഞ്ഞു. മേന്നെ, മഹേഷിന്റെ ചീട്ട് കീറാനുള്ള സമയമായി. ആദ്യം നമ്മുടെ പിള്ളേരെ പുറത്തിറക്ക, എന്നിട്ടാവാം. സോറി മാർട്ടിൻ, പെയിൻ ഉണ്ടോ? ഗബ്രിയലെ, വിട്ടേക്ക്. ഞാൻ മഹേഷോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. താഹിറെ, സാധനം എവിടെടാ? ഇവിടെയുണ്ട് അച്ചായ. നേരം പുലരുന്നതിന് മുമ്പ് ഇത് സേട്ടിന്റെ കയ്യിലെത്തണം. എവിടെയാടാ നിന്റെ പോലീസിലെ ഗുണ്ട? അത് ഹോട്ടലിൽ കാണും. മേന്നെ, നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോ. അവന്റെ ചീട്ട് കീറാനുള്ള സമയമായി. വാടാ മക്കളെ. അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അച്ചായന്റെ മറ്റൊരു മുഖവും ഞാൻ കണ്ടു. സൂപ്പർ സ്റ്റാർ അജയ് ഘോഷ്, ദേവസിയുടെയും CI മഹേഷിന്റെയും വളർത്തുനായ. ഇവന്റെ മറവിലാണ് അവര് പല വൃത്തികെട്ട ബിസിനസ്സുകളും ചെയ്യാറുള്ളത്. അച്ഛനെന്താ ഇവിടെ? ഓ, നിന്റെ ഗോഡ് ഫാദറെ ഒന്ന് കാണാൻ വന്നാ. എന്താ ഞാൻ ചുമ്മാ ഒരു കാർഡിറക്കിയപ്പോ അച്ചായൻ വരണ്ടു പോയോ? ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. നാളെ കുറെ ആയില്ലേ നഗരം അടക്കി ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പൊ ഞാനും കളത്തിലേക്ക് ഇറങ്ങുക. ഇതൊരു കർട്ടൻ റൈസറായിട്ട് കൂട്ടിയാൽ മതി. യുവന്മാരോട് ചോദിച്ചു നോക്ക്, മഹേഷിന് കളിക്കാൻ അറിയോ ഇല്ലേ എന്ന്. എന്തായാലും വന്നതല്ലേ. Shall I offer a drink for you? നിന്റെ പ്രഭാഷണവും കേട്ട് സൽക്കാരവും സ്വീകരിച്ച് മടങ്ങിപ്പോകാൻ വന്നതല്ല ഞാൻ. നീ ഇവിടെ നടത്തുന്ന ഇടപാടുണ്ടല്ലോ, സൂപ്പർ സ്റ്റാറിന്റെ പൗഡർ വെച്ച് നടത്തുന്ന മറ്റേ ഏർപ്പാട്. ആ പൗഡർ മണക്കാൻ ചുറ്റും കാശുള്ള കുറെ കന്നാലികളും പിന്നെ തന്തയും തള്ളയും പിഴച്ചു പോകാൻ വേണ്ടി മാത്രം അയച്ചിരിക്കുന്ന കുറെ പെമ്പിള്ളാരും.
ഇവരെയൊക്കെ നന്നാക്കാവുന്ന ഗബ്രിയേൽ ഏറ്റിട്ടില്ല. അതുകൊണ്ട് മോനെ മഹേഷേ, ഈ ഗബ്രിയേലിന്റെ പിള്ളേരെ പനിനീര് തളിച്ച് പുണ്യവാളന്മാരാക്കാൻ നീയും നോക്കണ്ട. നിന്റെ ഈ സിനിമക്കളിയില്ലേ, അത് നിർത്തിക്കാനും എനിക്കറിയാം. പിന്നെ ചിരിക്കുമ്പോ മോണം മുഴുവൻ കാണിക്കുന്ന സൂപ്പർ സ്റ്റാർ അല്ലേ, അവന് ഞാനൊരു ടിക്കറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഞാനും ഇറക്കും ഏതെങ്കിലും ഒരു പീക്കിരിയെ സൂപ്പർ സ്റ്റാർ ആക്കാൻ. പിന്നെ എന്റെ കയ്യിലും വരും ചാനലും സാറ്റലൈറ്റും മറ്റേതും. എടോ കളവ, ഈ 2 പീക്കിരി പിള്ളേരെ കൊണ്ടൊന്ന് CI മഹേഷിനെ വിരട്ടുന്നു. 3 പേർക്ക് കിടക്കാനുള്ള സ്ഥലം എന്റെ സെല്ലിനകത്ത് ഇപ്പോഴും ഉണ്ട്. പ്രായമൊന്നും ഞാൻ നോക്കില്ല, തൂക്കിയെടുത്ത് ഇതൊന്ന് അനക്കാൻ കഴിയുമോ നിനക്ക്? ഞാൻ വന്നിരിക്കുന്നത് നിന്റെ അടുത്തേക്കാ. നീ യൂണിഫോം ഇട്ട് കാണിക്കുന്ന ചെറ്റപ്പണി ഒരു മറയും ഇല്ലാതെ ഇൻഡിവിജ്വലായി ഞാൻ ചെയ്ത് കാണിക്കാം. കളിക്കാനാണെങ്കിൽ ആണുങ്ങളെ പോലെ നേരിട്ട് വാ. എന്റെ സെക്ടറിലോ എന്റെ കുട്ടികളിലോ ഇനി നിന്റെ നിഴല് പതിച്ചാൽ മോനെ മകേഷേ, നിന്റെ ടിക്കറ്റ് ഞാനും കീറും. ബ്ലാക്ക് ടിക്കറ്റ്, ബ്ലാക്ക് ടിക്കറ്റ്, ബ്ലാക്ക് ടിക്കറ്റ്. ഇല്ല, തരില്ല. ഒരു പൂ ചേച്ചിക്ക് തരൂ. ഇല്ല, തരില്ല. തരില്ല? താടാ പ്ലീസ്, ഒരൊറ്റ പൂ മതി. എന്റെ പിണക്ക, ഒരു പൂ താടാ പ്ലീസ്. തരില്ല? തരില്ല. ഞാനും കൂടെ കൂട്ടെ ഈ കളിക്ക്. ഞാനിപ്പോ ഫ്രീയാ. പ്ലീസ്, ആ കുഞ്ഞിനൊന്നും ചെയ്യില്ലേ, ആ കുഞ്ഞിനൊന്നും ചെയ്യില്ലേ പ്ലീസ്. ആ